മുമ്പോ അലീക്കായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും നല്ലോണം ആലോചിച്ചിട്ടാണ് അലീഖാനെ കൊണ്ട് പാത്തിനെ കെട്ടി. हेलो एवरीवन, वेलकम बैक टू आवर चैनल। तो दोस्तों आज हम देखने वाले हैं भीष्मा पर्वम फिल्म को, जो कि 2022 में रिलीज़ हुई थी। इस फिल्म में लीड रोल में है ममूटी और इस फिल्म को डायरेक्ट किया है अमल नीरद ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए और इस वीडियो को भी जरूर लाइक कीजिए। तो चलिए देखते हैं, लेट्स वॉच। क्या है ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് മൈക്കിളപ്പനെ കാണാൻ തോന്നിയത് നന്നായി. പണ്ട് ബ്രിട്ടീഷുകാർക്കും രാജാക്കന്മാർക്കും പിന്നെ പാർട്ടിക്കാർക്കൊക്കെ ആയിട്ട് പല പല സെറ്റിൽമെന്റ് ഒക്കെ ചെയ്ത് അവര് ബड़ा ടീമായി. राजाओं और अंग्रेजों के बीच ब्रोकर थे वो हैं। മൂത്താള് പൈലി കെട്ടിക്കൊണ്ടുവന്നതേ ഒരു മുസ്ലിം പെണ്ണിനെയാണ്, ഫാത്തിമ. വർക്കിക്കും ഏറ്റവും ഇളയത് പെണ്ണാണ്, സൂസൻ. നാഗർകോവിലുള്ള ഒരു പോലീസുകാരനാണ് സ്നേഹിച്ചു കിട്ടിയത്. कितने सारे नाम बताए उसने। बहुत बड़ा परिवार है, 3 भाई है ना, और एक शायद बहन है। കണ്ണൂട്ട് കണ്ടിട്ടുണ്ട്. ഒടുക്കത്തെ ചങ്കൂറ്റ് വരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടുത്തെ വേറൊരു വില്ല തറവാട്ടുകാരെ. ശരിക്കും പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നോക്കി എടുത്തേണ്ട രണ്ടാമത്തെ മത്തായി ആയിരുന്നു. മത്തായി ഒരു മഞ്ഞപ്പായതുകൊണ്ടാണ് മൈക്കിളിന് ഇതിലേക്ക് വരേണ്ടി വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ മൈക്കിളപ്പം കേട്ടാ മതി, അത് നടന്നിരിക്കും, എനിക്ക് ഉറപ്പാണ്. दोनों माइकल घर तो नहीं जा रही कहीं, पता नहीं। माइकल के घर जा रही പരിപാടി നടക്കലാണ്. അതിനിടയിൽ എങ്ങനെ കാണും? ചേച്ചിക്ക് പോയിട്ട് നാളെ വരാൻ പറ്റുമോ? तो അയ്യോ, अच्छा काफी दूर से आ रखे हैं जी। कहाँ जा रहे हैं? अच्छा ये किससे बात कर रहा है? जिसने मिलवा दिया देगा। तो मिलन देगा ये देख पता है। कहीं और का दिखा रहे हैं ना। अच्छा ये यार के तो इलेक्शन वाली पार्टीज है वहाँ बैठे हुए। मुझे लग रहा माइकल शायद कोई नेता शायद। സൂസൻ വിളിച്ചിരുന്നു അമ്മച്ചി, ഇപ്പൊ വരും. അമ്മച്ചി ണ്ട്. പിന്നെ നാട്ടുകാർക്ക് വേണ്ടി ഒരേ വോട്ടല്ലേ. എടാ ജെയിംസേ, നീ ഇപ്പോഴും ഡൽഹിക്ക് പോകുമ്പോ വലക്കേന്ന് ചേച്ചി മത്തകളി എന്തി? ആ അവിടെയും കാണും. मताई कौन होगा? ബേസിൻ വെള്ളത്തിന്റെ ജഗ് വേറെ എന്തെങ്കിലും എടുക്കണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നീ ഇത്രയും अच्छा ये പണിയുള്ളതാണോ നീ എടുത്ത് മനസ്സിലായ? ഇതാണ് നമ്മുടെ കോളനിയിലെ ദാസൻ ചേട്ടല്ലേ, ആജാസിക്കയുടെ. അമ്മച്ചിനെ കണ്ട കാണാട്ടാ. വീട്ടിലെന്തിയാ മോളെ? ആരും കാണാനുമില്ല. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൻ അപ്പുറത്തോട്ട് ചെല്ലാം, അവിടെ ഉണ്ടല്ലായിരുന്നു. കാലി പ്ലേറ്റ് വേടം കാടാണ് പോളട്ടാ. ഫുഡ് എടുക്കണില്ലേ? നീ ചട്ടി ഉണ്ടാക്കി വെക്ക്, ഇതടിക്കാൻ പോ. किसी को मारने तो नहीं जा रहा। नहीं हाँ नहीं, मार मुड़ नहीं रहा उसे वो। अच्छा ड्रग्स ले रहा हो इसलिए करवाया इसने गरम। ये तो गुंडा है स्कूल के साथ।
ആ മണി സാർ അവിടെ കിടന്ന് ചുമ്മാ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടെ. നീ പറഞ്ഞില്ല ഇവിടെ കഴിഞ്ഞിട്ടില്ലെന്ന്. എത്ര തവണ അങ്ങോട്ട് പോയാ. എടാ നീ എന്തെങ്കിലുമൊക്കെ കണക്കിട്ടായിട്ട് അയാൾ അണ്ണാക്കിലോട്ട് തള്ളി കൊടുക്ക്. കെട്ടിലെ കണക്ക് കൊടുത്തിട്ട് ഒരാൾ നാറിയതാണ്. किसका पैसा लिया मैंने उसका पापा आ गया എല്ലാവരും എത്തിയിട്ടാ? അപ്പനൊന്ന് കയറ്റി ഒഴിക്കും. बाप उसका उसका साथ दे रहा है ऐसे फील चलता എന്താടാ ടച്ച് രാവിലെ 8 മണി മുതൽ റെഡി ആയിട്ട് നിൽക്കണയാണ് മോൾ ചേച്ചി. എന്നാ തനിച്ച് വരാമെങ്കിലേ. पुलिस वाला है सारे एक जगह इकट्ठा हो गए ना सारे आज कोई फंक्शन है शायद वहाँ ഒന്ന് പോളിയെ കൈമനച്ചാ മെത്രാനൊക്കെ ഇത് രണ്ടാമത്തെ യൂസും കുടിച്ച് പോയിട്ടാ ഇപ്പോഴങ്ങനെ തുടങ്ങുക. എവിടെ നിന്ന് തലോട്ട सब उसी का इंतजार कर रहे हैं शायद हो सकता है और लोगों की देखभाल पहले करता है ना. അവന്റെ അപ്പൻ നെഞ്ചുവേന ഒന്ന് മരിച്ചു. പിന്നെ ഡിഗ്രി കൊച്ചിൻ കോളേജിൽ ചേർന്നപ്പോഴാണ് ഈ എൽസ കൊച്ചിനെ അവന് ഇഷ്ടമായത്. പിന്നെ അവര് വലിയ ക്രിസ്ത്യാനികളാണല്ലോ. തോമാസ് ലീഗ നേരിട്ട് വന്ന് മുക്കിയ ബ്രാഹ്മണന്മാരാണെന്നാണ് പറയുന്നത്. അന്ന് രാത്രി തന്നെ ഇവരുടെ ആങ്ങളമാര് വന്ന് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക്. Oh my God. इसके बेटे को ना അവസാനം ഒരു മുത്തം കൊടുക്കാൻ പോലും കഴിയാതെ എനിക്ക് അവര് തന്നെ പിന്നല്ലേ ഞാനും വായിക്കണത്. കർത്താവ് ഇറങ്ങാത്തതല്ലേ സാറ് ചെയ്തത്. പ്രിൻസിനെ കൊന്നത് കേസും കോടതിയിൽ നിന്നൊക്കെ അവർ ഇറങ്ങിപ്പോരും. കേസ് നടത്തി इसकी फैमिली वाले भी ऐसे ही हैं. പേടിയാണ് സാറേ. അവരെന്തും ചെയ്യും. നീക്കിടണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ശിവൻകുട്ടിക്ക്? ബോട്ട് ജെട്ടിയിലെടുക്കുമ്പോ പഞ്ഞി പലകമേലങ്ങാട്ട് അടിച്ചടിച്ചടിച്ച് ചേർക്കണം. അടിയെന്ന് പറഞ്ഞാ क्या इसको भेजेगा क्या मारने के लिए किसी को? ഈ കേസ് തോമസ് ലീഗ നേരിട്ട് മുഖ്യ ബ്രാഹ്മണർക്ക് ചാട്ടവാറ മതിയാകില്ല. ശിവൻകുട്ടി केस लड़ने का मतलब ये वकील है क्या? केस लड़ने का मतलब इनका मामला वो देखेगा ना. ये हो सकता है उनको मारेगा पीटेगा. പോലെ പറയാൻ പറ്റുവാ? इसी का वेट करते थे सबके. സമയത്തെത്തിയ ഇപ്പൊ വന്ന് നോബിയുടെ ജോലി ശരിയായിട്ടുണ്ട്. ഊനമ इतना बड़ा परिवार है ना शायद. अच्छा इसका बर्थडे है. इसके बच्चे का यही था फंक्शन. अच्छा वो इसलिए वेट कर रहे थे ना कि वो आया नहीं था. ये पता नहीं किस टेंशन में ये पुलिस वाला. നിങ്ങളെന്താണ് सब फोटो നടുകാരെ നിൽക്കി പാത്തി വാ. അമ്മച്ചിയുടെ കുഴപ്പമില്ല, उठा दिया उसको वहां से. പാത്തി വിട്. फादर था कि साइमन वाला. हाँ वही प्रीस्ट जो है. നിൽക്കേ ശിവൻകുട്ടിനെ സ്മൂത്തായിരിക്കണം, വിടവുണ്ടാകരുത്, നടക്കാൻ പറ്റും. കോടതി കൂട്ടിക്കയറ്റി നിർത്തുമ്പോ क्या करेगा? वही पीटेगा ना. पैरों पे चलने लायक मत छोड़ना वाला. ആ ചമ്മിക്കോ. ओ
कर दिया ने पीटना शुरू। अच्छा, इसके साथ और भी हैं। ये वही है ना मम्मूटी का आदमी। तोड़ दिया उसका सर। दादागिरी कर रहा था। രാവിലെ 9 മണി തൊട്ട് 4 മണി വരെ ഞാനിവിടെ ഇല്ലെങ്കിൽ ഉമ്മച്ചി കൊച്ചിനെ നോക്കി ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് ആകെ അടങ്ങിയാറോ. अच्छा इसकी वाइफ मतलब कॉलेज में पढ़ रही है। ആ തല്ലുകൊണ്ടുള്ള അവസ്ഥ എന്താണ്? കുഴപ്പമൊന്നുമില്ല ഉമ്മച്ചി, അവർ കേസിനൊന്നും പോവില്ല. കാശ് കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. पैसे दिए उसे फिर। നിങ്ങളുടെ ബാപ്ചിനെയും അവർ അതുപോലെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളായിട്ട് പറയിപ്പിക്കരുത്. किस परिवार की बात कर रही है? मम्मूटी का परिवार ही होगा शायद, या कोई और परिवार है। मम्मूटी का परिवार भी तो यही है ना। उसकी उसकी बात तो नहीं कर रही है जिसको मम्मूटी ने पीटने के लिए बोला था, जिन्हें उसी की बात कर रहे हो फिर। बचते बनाया था उसने। വെച്ചത് इसने तो मारा था। ये है कौन वैसे? ये भी वही तीसरा भाई है क्या ये? इसी का भाई होगा क्या पता। ഹായ് ഇപ്പൊ കട്ടക്കബൂറായല്ല. इसका बेटा शायद है। अच्छा, माइकल के पाले हरी। മാറ്റി വിട്ടോ, എനിക്ക് ഇവനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. समझाएगा क्या पता उसे, जो उसने किया वो गलत था। നീയൊക്കെയല്ലടാ പെട്രോളിന്റെ വില കൂട്ടണമെന്ന് പറഞ്ഞിട്ട് പമ്പിലെ ചെക്കിനിട്ട് ഒറ്റ അടി. അത് കണ്ടപ്പോ എന്റെ കൈ സൂക്ഷിച്ചോളാം. खुद ही बोल रहा है। उसे लग रहा है इसलिए बुलाया हुआ है। സത്യമായിട്ട് അല്ല, എന്താ നിന്റെ പരിപാടി? പഠിച്ച പണി ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടാ? കഫേ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. ഒരു ജങ്കാർ കഫേ. നല്ലൊരു സ്പോട്ട് കിട്ടിയാ തുടങ്ങാന്ന് വിചാരിക്കും. ചേട്ടാ അത് ചെത്താണ് മൈക്കിളപ്പാ. तो पेट्रोल पंप पे क्या कर रहा था ये? ഈ ഫോട്ടോ വെച്ച് തന്നെ ടൂറിസ്റ്റുകളൊക്കെ എന്തായാലും മട്ടാഞ്ചേരിക്ക് വരും, ഉറപ്പാണ്. इन्हीं का पेट्रोल पंप है ना शायद वो। എനിക്കറിയായിരുന്നു കിട്ടില്ല എന്ന്. അല്ല ആര് സൈമൺ അച്ഛനോ? അല്ലച്ചാ ആ പാട്ടിന് വേണ്ടി തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞ് കുറച്ച് കാശ് വാങ്ങിച്ചിരുന്നു. ഒന്നും അടച്ചു കണ്ടില്ലായിരുന്നേ. സാറ് പറയുന്ന ജോലിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. खुश हो गई। ചേട്ടായിന്റെ അടുത്താണ് ഞാൻ പറയുന്നത്. पहले कितना डरा हुआ था ये। ऐसा लगा उसने बुला रखा मेरे को। ये कितनी नफरत करता है उनसे। ഷെവലിയാർ പട്ടത്തിന് പരിഗണിക്കുന്ന ചർച്ചയിൽ വെച്ച് നമ്മുടെ വീട്ടുകാരും പാത്തി ചേട്ടായിക്ക് വേണ്ടി ചില്ലറ കളിയൊന്നുമല്ല ഞാൻ കളിച്ചത്. അല്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇട്ടം തുപ്പല്ലേ സൈമ. ദേ, രണ്ടാളും അറിയാനായിട്ട് ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയും. മുമ്പോ അലീക്കാരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും നല്ലോണം ആലോചിച്ചിട്ടാണ് അലീക്കാനെ കൊണ്ട് പാത്തിനെ കെട്ടി. നിങ്ങളുടെയൊക്കെ ഗുണവധികാരം കൊണ്ടാണല്ലോ അവരങ്ങോട്ട് ഇറങ്ങിപ്പോയത്. നിങ്ങളൊക്കെ നോക്കിയതിനേക്കാൾ കാരണവുമില്ല, ഒരു പട്ടക്കാരനുമില്ല. ഇതെന്റെ തീരുമാനമല്ല,
മരിച്ചുപോയ നമ്മുടെ അപ്പന്റെ തീരുമാനം. बस उसके पापा ने फैसला कर रखा था ना. समझ गया. ഞാനെപ്പോ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമല്ലോ. कैसे देख रहे हो उसे गुस्से में. പോയിട്ട് ഇറങ്ങിക്കോളൂ. ചേട്ടായി ഫുഡ് അടിക്കണമെങ്കിൽ വാ. कैसे चुप हो गए. ये अच्छा ആ ഫുഡാണ്. है कौन वो चश्मे वाली लेडी. उसकी माँ होगी ना फिर. अभी समझ में नहीं आ रहा ढंग से कौन कैरेक्टर क्या है. बहुत बड़ी फैमिली है वो. बहुत सारे कैरेक्टर इसमें. മുട്ടക്കറിയൊക്കെ ഉണ്ട് ഇരിക്ക് है മോളെ പ്ലേറ്റ് എടുക്ക്. उसको क्यों नहीं दे रही. സൈമൺ അച്ഛന് മേടയിൽ നല്ല ഫിഷ് മോളിയും ഞാൻ പോണേ. അതാകുമ്പോ ആ ശമ്പളവും പുറത്തു പോകല. ഇവിടുത്തെ കണക്കും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. उसने जानबूझ के पूछा उसे. ये बहुत हरामी है इसका पति. मना कर देगा वो. मना नहीं कर सकता वो जब उसने कह दिया तो. എന്റെ ഭാര്യയുടെ കാര്യം ഇയാൾ തന്നെയാണ് തീരുമാനിക്കാൻ പോണത്. എന്നോട് ചോദിച്ചപ്പോ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നാണല്ലോ പറഞ്ഞത്. എന്റെ അപ്പ इसके बच्चे मतलब ये. അടാ രണ്ട് കണം പുട്ടും കൂടെ വിളമ്പി. ये दोनों भाई हैं. ये इसकी वाइफ होगी. इसकी वाइफ है ना. അച്ഛനെന്ത് വിചാരിച്ചു കാണാൻ. ये माइकल का भाई है क्या ये. പഴവതിരിക്കുള്ളൂ. शायद वो प्रीस्ट तो है ही भाई उसका. तो ये भाई ये भी शायद भाई होगा फिर. പറവണ്ണ എന്ത് പറ്റി? മാട്ടിന് ഇന്നലെ പോയത്. അവർക്ക് അതിനകത്തേക്ക് കേറാൻ പറ്റൂല. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിട്ട് ആരോട് പറയാനാണ് ഞാൻ. ഈ കരയാണ്ടിരിക്കെ ഞാൻ നോക്കട്ടെ. मार्टिन कौन है वैसे. वही तो नहीं जिसकी वाइफ को उसने बोला जॉब करने के लिए. पता नहीं ये होगा शायद. ഞാൻ ലോക്കലാണെന്ന് എന്നോട് ആരാ പറഞ്ഞ? എങ്ങാനും ലോക്കലായ ഈ വർക്ക്ഷോപ്പ് കണ്ണാക്ക് വീടായി പോകും. നല്ലല്ല ശിവട്ടെ ഏബിളിനെ വിളിച്ചോണ്ട് പുറത്ത് പോയി നിൽക്കും. ഞാൻ വിളിക്കാം. ഈ പിന്നെ ഞാൻ കാല് പിടിക്കാം. അളിയനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വന്ന് ഞാൻ പിടിച്ചാൽ മതി. स्लो मोशन में दिखा रहे लड़ाई को. छुड़ा दिया उसने. पहले से टेंशन में लगा रहा था वो ना उस बर्थडे पार्टी में भी. നീ തന്റെ കേസിൽ ഒരിക്കൽ കൂടെ എന്റെ പെങ്ങള് കരഞ്ഞ അയ്യാ അതെന്റെ किसी ने किया था गलत ना तब पकड़ा था उन्होंने. ये भी तो अपनी वाइफ को धोखा दे रहा था.
താനോളം പോന്ന പിള്ളേരായില്ലടോ, നാണല്ലോടോ തനിക്ക്. ഞാൻ നീ വിളിക്കണ എന്റെ ഇഷ്ടം പോലെ താൻ ഇത് കൂടുതൽ कितना कमीना हो. കാണണം. इसका हस्बैंड बड़ा वैसा है. बोलो असली गुंडा वही है इस फिल्म का. अभी पता नहीं चल रहा है असली गुंडा कौन है. गुंडे तो बहुत सारे इसमें, लेकिन कोई पसंद नहीं करता उसे. हाँ मतलब खासकर ये इसका भाई और इसका पापा और वो प्रीस्ट जो है. क्या बना हुआ. वो देख रहा पढ़ाई कर रही है. बहुत नशेड़ी है एक नंबर का.